സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവ വചന ധ്യാന ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം നമുക്ക് പ്രാർത്ഥനയോടെ വായിച്ച് ധ്യാനിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം 46-ാം വാക്യം. ഏകദേശം 9-ാം മണി നേരത്ത് യേശു ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥം. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം 46-ാം വാക്യം യേശു ക്രൂശിലായിരിക്കുമ്പോൾ ക്രൂശിൽ വച്ച് മൊഴിഞ്ഞ 4-ാമത്തെ മൊഴിയാണ്. ഈ 4-ാമത്തെ മൊഴിയിൽ നാം പ്രധാനമായും കാണുന്നത് ഒരു ഉപേക്ഷണമാണ്, ഒരു കൈവിടപ്പെടലാണ്. ആരെ കൈവിട്ടു എന്നുള്ള ചോദ്യം ഇവിടെ ഉയരുന്നു. സ്വർഗത്തിലെ ദൈവം അഥവാ പിതാവായ ദൈവം അവിടുത്തെ ഏകജാതനായ പുത്രനെ കൈവിട്ടു. എന്തുകൊണ്ടാണ് പിതാവായ ദൈവം അവിടുത്തെ ഏകജാതനായ പുത്രനെ കൈവിട്ടത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഈ ധ്യാനത്തിൻ്റെ പ്രധാന പോയിൻ്റാണ്. ഈ ലോകത്തിലെ സകല മാനവ ജാതിയും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയെന്ന് തിരുവചനം വെളിപ്പെടുത്തുന്നു. അപ്രകാരം ദൈവത്തിൽ നിന്നും അകന്നുപോയി ദൈവ തേജസ് നഷ്ടപ്പെടുത്തി ദൈവത്തിൻ്റെ കൃപയുടെ നന്മകൾ നഷ്ടപ്പെടുത്തിയ മാനവജാതിക്ക് അത് തിരിച്ചു നൽകുവാൻ ഒരു രക്ഷകനെ അനിവാര്യമായിരുന്നു. ആ രക്ഷകൻ നമ്മെപ്പോലെ ഈ ഭൂമിയിലുള്ളവനായാൽ നമ്മെപ്പോലെ പാപത്തിൽ പിറന്ന ഒരു മനുഷ്യനാകും. അതുകൊണ്ട് തന്നെ പാപത്തിൽ പിറക്കാത്ത ഒരു ഊനമറ്റ കുഞ്ഞാട് മാനവരാശിയുടെ രക്ഷയ്ക്ക് അനിവാര്യമായിരുന്നതിനാൽ സ്വർഗത്തിലെ ദൈവത്തിന് ഈ ഭൂമിയിലേക്ക് അയക്കേണ്ടി വന്നു. അങ്ങനെയാണ് പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് വസിച്ചിരുന്ന ദൈവപുത്രനായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വരുവാനിടയായത്. അവൻ അഥവാ യേശു ലോക സ്ഥാപനം മുതൽക്കേ മാനവരാശിയുടെ പാപ പരിഹാര ബലി അർപ്പിക്കുവാൻ അറുക്കപ്പെട്ട കുഞ്ഞാടായി നിയമിക്കപ്പെട്ടവനാണ്. ഇവിടെ ആ ദൈവപുത്രൻ ആ യേശുവിൻ്റെ അപ്പോഴത്തെ ആ ക്രൂശീകരണ സമയത്തെ ആ വേദന ഇപ്രകാരം എന്നെ എന്തുകൊണ്ടാണ് കൈവിട്ടത് എന്ന് ചോദിക്കുവാൻ ഇടയാക്കി. ആ ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ ലളിതമായി പറഞ്ഞാൽ, എന്നെയും നിങ്ങളെയും അഥവാ ഈ ഭൂമിയിൽ പിറന്ന സകല മാനവജാതി ജനങ്ങളെയും കൈവിട്ടു പോകാതിരിപ്പാൻ അഥവാ നരകത്തിലേക്ക് നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ ദൈവത്തിൻ്റെ കരുത്തോട് ചേർത്ത് പിടിക്കുവാൻ പിതാവായ ദൈവം മാനവരക്ഷയ്ക്കായി യേശുവിനെ നമുക്ക് നൽകി. അതെ, ക്രൂശ് മരണത്തിലൂടെ രക്ഷ ഒരുക്കി നമുക്ക് നിത്യജീവൻ നൽകുവാൻ പിതാവായ ദൈവത്തിന് അവിടുത്തെ ഏകജാതനായ പുത്രനെ
കൈവിടേണ്ടി വന്നു. അതെ, പിതാവായ ദൈവം അവിടുത്തെ പുത്രനായ ക്രിസ്തുവിനെ കൈവിട്ടതുകൊണ്ടാണ് ഞാനും നിങ്ങളും നരകത്തിനും അതുപോലെ നാശത്തിനും സാത്താനും അടിമപ്പെട്ട് കൈവിട്ടു പോകാത്തത്. ആമേൻ, ആമേൻ. കുരിശിന്മേലാണി കണ്ടു ഞാൻ, കോമളമാം മുള്ളുകൾ കണ്ടു, വികാരങ്ങൾ കുന്നുകൂടുന്നു, കണ്ണുനീരിൻ ചാലു വീഴുന്നു. ഗാഗുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു? മരത്താലേ വന്ന പാപങ്ങൾ മരത്താലേ മായ്ക്കുവാനായി മരത്തിന്മേലാർത്തനായി തൂങ്ങി മരിക്കുന്നു രക്ഷകൻ ദൈവം. ഗാഗുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ